ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ്. അപ്പം വിശദമായിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെയും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സുമായിട്ടുള്ള ടൈപ്പ് ഞങ്ങൾക്കുണ്ട്. അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഡിസ്കഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസും തമ്മിലുള്ള ചർച്ചകൾ അവിടെ വിശദമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് പോവാം. ഇന്ന് വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നിഫ്റ്റിയെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിംഗ് സെഷനാണ്. കാരണം നിഫ്റ്റി ഏകദേശം 40 പോയിന്റ് മുകളിലേക്ക് വന്നിരിക്കുന്നു. സെൻസെക്സ് 162 പോയിന്റ് മുകളിലേക്ക് വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 1.5% അടുപ്പിച്ചിട്ടുള്ള നേട്ടം. പക്ഷെ ഇതിനിടയിൽ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 10 മണിക്കും ഒരു 11:30 ഇടയിൽ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നിഫ്റ്റി ഏകദേശം നല്ലൊരു 250 പോയിന്റിന്റെ ക്രാഷ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കൃത്യമായിട്ട് മാർക്കറ്റ് എക്സ്പേർട്സിന് പോലും ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു ക്രാഷ് ആയിരുന്നു ആ 10,250 പോയിന്റ് എന്ന് പറയുന്നത്. ഏകദേശം ബാങ്ക് നിഫ്റ്റിയിൽ 500ഓളം പോയിന്റിന് മുകളിൽ ആ ഒരു ക്രാഷ് വരികയുണ്ടായി. അതിന് പല കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഓപ്ഷൻസ് നാളെ ഇപ്പോൾ എക്സ്പയറി ആണ്. അപ്പം ഓപ്ഷൻസ് റീസെറ്റിംഗ് നടന്നതാണെന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഓപ്ഷൻസ് റൈറ്റ് ഓഫ് ചെയ്തതും അതിലുണ്ടായിരുന്ന ഒരു പൊസിഷൻ ചേഞ്ചിങ് ആണ് നടന്നതെന്നാണ് മാർക്കറ്റ് എക്സ്പേർട്സുകൾ പറയുന്നത്. പക്ഷെ ഇതിന് കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങളൊന്നുമില്ല. പിന്നെ പറയുന്നത് നാളത്തെ ഒരു വരാൻ പോകുന്ന, അല്ലെങ്കിൽ നാളെയല്ല ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ വരാൻ പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ സ്പ്രെഡ് ആയത്. ആ സമയത്ത് നടന്നിരിക്കുന്ന പൊസിഷൻ സ്ലൈഡിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല എന്തുകൊണ്ട് ഇടിഞ്ഞു എന്നുള്ളത്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടു വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് ഈ 250 പോയിന്റ് നമ്മൾ തിരിച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ 200ഓളം പോയിന്റ് നമ്മൾ തിരിച്ചു പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിന് പറഞ്ഞു നിൽക്കുന്ന റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന റൂമർ ഗവൺമെൻറ് വീണ്ടും ഒരു ഫിനാൻഷ്യൽ പാക്കേജിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ പാക്കേജിൻ്റെ അനൗൺസ്മെൻറ്റ് എത്രയും പെട്ടെന്നുണ്ടാവും എന്നുള്ള രീതിയിലാണ്. അത് ഫിനാൻസ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ തന്നെ വീണ്ടും അനൗൺസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത റൂമറായിട്ട് മാർക്കറ്റിൽ വരികയുണ്ടായി. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് മാർക്കറ്റ് റിക്കവറി നടത്തിയത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൊസിഷൻസും ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും ആ സമയത്ത് ഏകദേശം. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഫെസ്റ്റിവൽ സീസണാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരുടെ ബോണസും മറ്റു കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു നല്ലൊരു എമൗണ്ട് ആണ് മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് തന്നെ പമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീണ്ടും നമ്മൾ കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, കൺസ്യൂമർ സെക്ടർ, പെയിൻറ്റ് സെക്ടർ, ഇങ്ങനെയുള്ള സെക്ടറുകളിൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ആൾക്കാരുടെ അടുത്തേക്ക് പണം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ വണ്ടികൾ വാങ്ങുക, മാരുതി ആൾക്കാർ മിക്കവാറും ഈ സമയത്ത് പ്രത്യേകിച്ചും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ആ വരുന്ന പണം, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർ വണ്ടികൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീടുകൾ മോടി പിടിപ്പിക്കാനോ അങ്ങനെയാണ് ഫെസ്റ്റിവൽ സീസണായിട്ട് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പണം ഒഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിലൊന്ന് പെയിൻറ്റ് സെക്ടറാണ്. ഞാൻ ഇന്നലെ എക്സോ നോബൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ആയാലും ശരി, കാൻസൈ നെറോലാക്ക് ആയാലും ശരി, ബർഗർ പെയിൻറ്റ്സ് ആയാലും ശരി, അങ്ങനെ പെയിൻറ്റ് സെക്ടർ നമുക്ക് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ നാളെ ഇപ്പോൾ ബജാജ് ഓട്ടോയുടെ റിസൾട്ടൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് അങ്ങനെയുള്ള ചെറിയ 2 വീലർ 4 വീലർ കമ്പനികളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഇനിയിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ചെറിയ സ്വന്തമായിട്ടുള്ള വണ്ടികൾ വാങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ബോണസ് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിലേക്ക് ഒഴുകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 11,937 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 11,958 അതിനുശേഷം 11,775 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലോ നിഫ്റ്റി സപ്പോർട്ട് ടച്ച് ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ ഇന്നലെ പറഞ്ഞ ലെവലുകൾക്കൊക്കെ താഴെയാണ് നിഫ്റ്റി ഇന്ന് വന്നത്. പക്ഷേ കൃത്യമായിട്ടും ലോവർ ലെവലിൽ ബൈങ് വന്നു എന്നുള്ളതാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. വീണ്ടും നിഫ്റ്റി വന്നിരിക്കുന്നത് 11,900 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വീണ്ടും നിഫ്റ്റി 12,000 മുകളിലേക്ക് പോയി. പക്ഷേ നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. 12,040 ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ 12,018 ഇന്ന് വന്ന ഹൈ.
വീണ്ടും ഒരു ദിവസം കൂടി നിഫ്റ്റി 12,000 മുകളിലേക്ക് പോകുന്നു, ടെസ്റ്റ് ചെയ്യാതെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതായിട്ടാണ്. ഇതിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് 12,000 തൊട്ട് താഴെയോ 12,000 തൊട്ട് മുകളിലോ ആയിട്ട് നിഫ്റ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസസ് ആണ് നിഫ്റ്റി ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക. ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതൊരിപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കാം, ഒരു ട്രിഗർ ആയിരിക്കാം. അത് ഏത് രീതിയിലാണ് നിഫ്റ്റിയെ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിലെ ട്രേഡിംഗ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വല്ല ഫിനാൻഷ്യലി പറയുന്ന പോലെ ഫിനാൻഷ്യൽ പ്ലാനുകളെ അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിഫ്റ്റി ഇനി പോകുന്നത് ഒരു 100-150 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡിലായിരിക്കാൻ സാധ്യത. നേരെ മറിച്ച് നെഗറ്റീവ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റ് മൈനസാണ്. ഡോ ജോൺസ് ഏകദേശം 75 പോയിൻറ്റോടും താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാസ്ഡാക്ക് 12 പോയിൻറ്റ് ഡൗൺ ആണ്. S&P 500 ഏകദേശം 5 പോയിൻറ്റ് മൈനസാണ്. എന്നാലും അത്ര വലിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു ചെറിയ നെഗറ്റീവോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. നാളെ ഇനിയിപ്പം ആദ്യത്തെ നമ്മുടെ ക്യൂ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഗ്ലോബൽ ട്രെൻഡ് തന്നെയാണ്. ഈ ഗ്ലോബൽ ട്രെൻഡ് എങ്ങനെയാണ് നമ്മളെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ, അതുപോലെ തന്നെ SGX നിഫ്റ്റിയിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. നാളെ പ്രധാനമായിട്ടും നല്ല റിസൾട്ടുകൾ വരാനുള്ള ഒരു ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട്. പ്രത്യേകിച്ചും 3i ഇൻഫോടെക്, അലംബിക് ഫാർമ, അംബുജ സിമെൻറ്റ് സെക്ടർ. ഇന്ന് സിമെൻറ്റ് സെക്ടറിൻ്റെ ലീഡറായിട്ടുള്ള അൾട്രാടെക് സിമെൻറ്റ് റിസൾട്ട് വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വളരെ വളരെ നല്ല റിസൾട്ടായിരുന്നു ലീഡേഴ്സായിട്ടുള്ള. അൾട്രാടെക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സിമെൻറ്റ് കമ്പനിയാണ്. ലോക നിലവാരത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സിമെൻറ്റ് കമ്പനിയാണ് അൾട്രാടെക് എന്ന് പറയുന്നത്, ചില്ലറ കമ്പനിയല്ല. അപ്പോൾ അങ്ങനെ ഒരു ലീഡറുടെ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് റിസൾട്ടിനെ പറ്റി പറയാം. അതിനുശേഷം അത് നല്ലൊരു രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് ആ സിമെൻറ്റ് സെക്ടറിന് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച മിഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെൻറ്റ് സെക്ടറിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമായി. ഇനി സിമെൻറ്റ് സെക്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അന്ന് മുതൽ ഞാൻ സാഗർ സിമെൻറ്റും അതുപോലെ തന്നെ അൾട്രാടെക്, ഇങ്ങനെയുള്ള അംബുജ സിമെൻറ്റൊക്കെ നമ്മൾ അന്ന് മുതലേ സ്വിംഗ് ഡെലിവറി പറഞ്ഞതാണ്. നല്ല രീതിയിലുള്ള റിസൾട്ടുകളും നല്ല രീതിയിൽ ഒരു റിട്ടേണും വന്നു കഴിഞ്ഞു. വീണ്ടും ഒരു സിമെൻറ്റ് സ്റ്റോക്കിൻ്റെ റഡാറിൽ വന്നിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ വരുമ്പോൾ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ അംബുജ സിമെൻറ്റ്, ഏഷ്യൻ പെയിൻസിൻ്റെ റിസൾട്ടാണ് നാളെ. ബജാജ് ഓട്ടോ, ഭാരതി ഇൻഫ്രാടെൽ, ബയോകോൺ, കൊഫോർജ്, നമ്മുടെ പണ്ടത്തെ നോക്രി സ്റ്റോക്ക്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഫോസ്കോ ഇന്ത്യ, HDFC AMC, ഹെക്സാവെ ടെക്നോളജീസ്, ഇന്ത്യൻ ബാങ്ക്, കിവാൾ കിരൺ ക്ലോത്തിങ്, L&T ഫിനാൻസ്, മെനോൻ ബെയറിംഗ്സ്, എംഫസിസ്, പ്രിക്കോൾ, SBI കാർഡ്സ്, സ്റ്റെർലൈറ്റ് ടെക്നോളജി, സുബ്രോസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, യൂക്കോ ബാങ്ക്. ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. വളരെ വളരെ നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്ന കമ്പനികൾ ഇതിലുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് നല്ല കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ L&T ഫിനാൻസ്, SBI കാർഡ്, നല്ല ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഒക്കെ കൂടി വരുന്ന സമയമാണ്. അപ്പം L&T SBI കാർഡിൻ്റെ റിസൾട്ട് നമ്മൾ നല്ലതായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ചിലപ്പോൾ ഓൾറെഡി ആ ഒരു റിസൾട്ട് ആക്ഷൻ കഴിഞ്ഞിരിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രിട്ടാനിയ നല്ല റിസൾട്ടാണ് വന്നത്. ബ്രിട്ടാനിയ ഇന്നലെയും ഇന്നുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടാനിയ ഇന്ന് താഴെ പോകാനുള്ള കാരണം CLSA അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ്. CLSA അവരെ ഔട്ട് പെർഫോം ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല ബ്രിട്ടാനിയെ, പക്ഷേ അവരെ അണ്ടർ റേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അത്ര ടാർഗറ്റ് മുകളിലേക്ക് 4,000 ആയിട്ട് കുറച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് CLSAയുടെ ഭാഗത്ത് വന്നത്. അതൊരു കാരണമായിട്ടാണ് ഇന്ന് ബ്രിട്ടാനിയയിൽ ഇന്ന് ഇടിവുണ്ടത്. മാത്രമല്ല FMCG സെക്ടറിന് ഒരു മൊത്തത്തിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അതിപ്പോൾ ഡാബർ ആയാലും HUL ആയാലും ഈ പറയുന്ന ബ്രിട്ടാനിയ ആയാലും മേജർ FMCG പ്ലെയേഴ്സൊക്കെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വന്നതായിട്ട് കണ്ടു നമ്മൾ. പക്ഷേ ഒരിക്കലും ബ്രിട്ടാനിയ HUL പോലുള്ള കമ്പനികൾ ലോങ് ടേമിൽ ഒരിക്കലും നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് മാനേജ് ചെയ്ത് പോകുന്ന കമ്പനികളാണ്. അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ ആർതി ഡ്രഗ്സ്, അതുപോലെ തന്നെ അപ്പോളോ ട്രൈക്കോട്ട്, അതുൽ ലിമിറ്റഡ്, ബഗേരിയ ഇൻഡസ്ട്രീസ്, ജീനസ് പവർ, ഹെഡൽബർഗ് സിമെൻറ്റ്, പേപ്പർ പ്രൊഡക്ട്സ്, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, IDBI ബാങ്ക്, JSW സ്റ്റീൽ, മഹീന്ദ്ര EPC ഇറിഗേഷൻ, നെസ്ലെ ഇന്ത്യ, പെർസിസ്റ്റൻസ് സിസ്റ്റം, സുദർശൻ കെമിക്കൽസ് ഇൻഡസ്ട്രി, സുപ്രീം പെട്രോകെമിക്കൽസ്, ടെക് മഹീന്ദ്ര, വെബ്കോ ഇന്ത്യ, യെസ് ബാങ്ക്. ഇത്രയും കമ്പനികളുടെ റിസൾട്ട് വെള്ളിയാഴ്ച വരാനുണ്ട്. അപ്പോൾ ഇതിൽ നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല റിസൾട്ട് ഒന്ന് നെസ്ലെ, അതുപോലെ തന്നെ സുദർശൻ കെമിക്കൽ നല്ല റിസൾട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹെഡൽബർഗ് സിമെൻറ്റ്,
കാരണം അൾട്രാടെക് നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ആ ഒരു കംപ്ലീറ്റ് സെക്ടറിൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചയാണ് CDSLൻ്റെ റിസൾട്ട്, പോളിക്യാബ് ഇന്ത്യ, അതുപോലെ തന്നെ റൊസാരി ബയോടെക് 3 കമ്പനികളുടെ റിസൾട്ട് സാറ്റർഡേ വരാനുണ്ട്. പോളിക്യാബ്, റൊസാരി ബയോടെക്, CDSL. ഈ CDSLൻ്റെ റിസൾട്ട് പറയാനില്ല, വളരെ നല്ല റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇത്രയും വലിയ ക്ലയൻറ്റ് എഡിഷനൊക്കെ വന്നിരിക്കുന്ന ക്വാർട്ടറാണ്, നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നാളെയോ മറ്റന്നാളോ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു സ്വിംഗ് ബേസിൽ തന്നെ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് ആക്ഷന് മുമ്പേ CDSL ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചയാണ് ഇനി മൺഡേ ഏഞ്ചൽ ബ്രോക്കിംഗ്. അത് നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിലുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കുള്ള റിസൾട്ട് കലണ്ടർ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, നാളെ വരാൻ പോകുന്ന ബജാജ് ഓട്ടോയുടെ റിസൾട്ടാണ്. ബജാജ് ഓട്ടോയുടെ റിസൾട്ട് പറയുന്നത് അത്രമാത്രം വലിയ ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. ഒരു മൈൽഡ് ടു നെഗറ്റീവ് റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ ദിവാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആൾക്കാർ പണം എറിഞ്ഞ് സാധനങ്ങൾ വാങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ വരുന്ന ക്വാർട്ടറുകളിലായിരിക്കാം ചിലപ്പോൾ ബജാജ് ഓട്ടോ പോലുള്ള 2 വീലർ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ കൂടുതൽ വരാൻ സാധ്യത. മാർജിൻ ഏകദേശം 16 to 18% എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അത് സർപ്രൈസ് ചെയ്തിട്ട് 23 മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് വലിയൊരു സർപ്രൈസ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വോളിയം ഗ്രോത്ത് കുറയാനാണ് സാധ്യത, സെയിൽസ് കുറയാനാണ് സാധ്യത എന്നാണ് കാണുന്നത്. ഇതൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൻ്റെ. അതിന് എത്രമാത്രം അതിനോട് റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണണം. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട് വന്നിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അൾട്രാടെക്കിൻ്റെയാണ്. അൾട്രാടെക്കിൻ്റെ റിസൾട്ട് വളരെ നല്ല രീതിയിലാണ് കാണിക്കുന്നത്. കാരണം പ്രോഫിറ്റ് ഏകദേശം 1304 കോടി രൂപയുടെ പ്രോഫിറ്റാണ്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നല്ലൊരു റിസൾട്ടാണ്. കഴിഞ്ഞ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 797. അത് ശരിക്കും ആ ഒരു കൊറോണയുടെ സമയത്തായിരുന്നു, ഏപ്രിൽ മെയ് ജൂൺ സമയത്തായിരുന്നു കഴിഞ്ഞ ക്വാർട്ടർ. അത് 797 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പം 1234 കോടി രൂപയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്, 100% മുകളിലാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ വെറും 579 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയത്. അപ്പം വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ. ഈ ഒരു കോവിഡ് സമയമായിട്ട് കൂടി നല്ല രീതിയിലുള്ള ഡിമാൻഡ് പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെയിൽസിലും വളരെ നല്ല വർധനവാണ്. 7600 കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 10,000 കോടി രൂപയുടെ 10,300 കോടി രൂപയുടെ സെയിൽസാണ് വർദ്ധിക്കുന്നത്. കഴിഞ്ഞ വർഷം 9,600 കോടി രൂപയുടെ സെയിൽസാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പം 10,354 വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടായിട്ടാണ് നമുക്ക് അൾട്രാടെക്കിൻ്റെ റിസൾട്ടിനെ വിശേഷിപ്പിക്കാവുന്നത്. അതുപോലെ തന്നെ ഇന്ന് ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞതിന് അത്രമാത്രം ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഒരു സ്ട്രീറ്റിൻ്റെ എക്സ്പെക്റ്റേഷന് കണക്കായിട്ടുള്ള റിസൾട്ട് അല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പ്രൊവിഷൻ ഒരുപാട് വെച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിട്ട് പറയാൻ അവർക്ക് കിട്ടാക്കടം കൂടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രൊവിഷൻ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രോഫിറ്റബിലിറ്റി കുറച്ച് കുറഞ്ഞു പോയതെന്ന് നമുക്ക് പറയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 964 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി 3 മാസം കൊണ്ട് കഴിഞ്ഞ 3 മാസത്തെ ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നത്തെ ക്വാർട്ടറിൽ 962 ആയിരുന്നു, ഇത് 64. അതായത് 2 കോടി രൂപയുടെ വ്യത്യാസം കൂടുതൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ 1500 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പം 964 കോടി രൂപയുടെ പ്രോഫിറ്റ് എന്ന് ആലോചിക്കുമ്പോൾ പ്രോഫിറ്റബിലിറ്റി നമ്മൾ കഴിഞ്ഞ ഇയർ ഓൺ ഇയർ വൈസ് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് പറയാം. അൾട്രാടെക്കിൻ്റെ നേരെ തിരിച്ചാണ്. അൾട്രാടെക് കഴിഞ്ഞ വർഷത്തെ സെയിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ സെയിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 100% അധികമാണ്. പക്ഷേ ബജാജ് ഫിനാൻസ് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ സെയിൽസ് എന്ന് പറയുന്നത് 6516 കോടി രൂപയുടെ സെയിൽസാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 6600 കോടി രൂപയുടെ ആയിരുന്നു. കഴിഞ്ഞ വർഷം 6300 കോടി രൂപയുടെ പ്രോഫിറ്റ് സെയിൽസ് ആയിരുന്നു. സെയിൽസിൽ വലിയ വ്യതിയാനം വന്നിരിക്കില്ല, നേരെ മറിച്ച് സെയിൽസ് കൂടുകയാണ് ചെയ്തത്. പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞു. അതിനർത്ഥം അവരൊരുപാട് പൈസ പ്രൊവിഷനായിട്ട് മാറ്റി എന്നുള്ളതാണ്. പ്രൊവിഷൻ വെക്കുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, ഈ കമ്പനികൾ പ്രൊവിഷൻ വെക്കുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത പണത്തിൻ്റെ മേത്തിൽ ഒരു എസ്റ്റിമേഷൻ കണക്കാക്കിയിട്ട് അത് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പണം കമ്പനിയിൽ നിന്ന് എവിടെയും പോകുന്നില്ല, കമ്പനിയിൽ തന്നെയാണുള്ളത്. ഇൻ കേസ് ഈ പറയുന്ന ലോണുകൾ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാലും അതിന് വേണ്ടുന്ന മുൻകരുതൽ എന്ന നിലയിൽ ഈ ഒരു പൈസ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അതൊരു പ്രൊവിഷനായിട്ട് ഇങ്ങനെ ഒരുപാട് പൈസ എഴുതി തള്ളിയത് കൊണ്ട് തന്നെയാണ് പാറ്റ് ഇത്രയും വളരെ ഹാംഫുള്ളായിട്ട് എഫേർട്ട് ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 65% പ്രൊവിഷൻ വെച്ചെടുത്ത് ഇപ്രാവശ്യം 64 പ്രൊവിഷനാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 60% പ്രൊവിഷൻ മാത്രമേ കമ്പനി വെച്ചു. അതായത് 4% കമ്പനി അധികം പ്രൊവിഷനാണ് വെച്ചിരിക്കുന്നത് കിട്ടാക്കടത്തിന് മുകളിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പറയുന്ന ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ടും അതിനെ തുടർന്ന് കമ്പനിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയുണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം UPLുമായിട്ട് ബന്ധപ്പെട്ടാണ്. UPLന്റെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് സ്റ്റോക്കിൽ വളരെ നല്ല രീതിയിലുള്ള ഇടിവുണ്ടായിരുന്നു. കാരണം അവരുടെ മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള സബ്സിഡിയിലെ KPMG ഓഡിറ്റർ റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് US ബേസ്ഡ് ആയിട്ടുള്ള ക്രാ, നമ്മുടെ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രാ പുറത്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ അവരൊരു ഇറഗുലാരിറ്റിയും മറ്റും കണ്ടുപിടിച്ചിട്ടില്ല. കമ്പനി നീറ്റാണ്, അക്കൗണ്ട് സിസ്റ്റത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് കൊടുത്തതായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഓഡിറ്റർ റിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ വർക്ക് ലോഡും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഇറഗുലാരിറ്റിയോ അക്കൗണ്ട് സിസ്റ്റത്തിലോ വല്ല പ്രശ്നങ്ങളോ ഒന്നും തന്നെ കമ്പനി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ക്രായുടെ ഒരു ക്ലീൻ ഷീറ്റ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് കമ്പനിയെ ബാധിച്ചേക്കാം, പോസിറ്റീവായിട്ടാണ് ബാധിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ CLSAയുടെ ബ്രോക്കിംഗ് വിഭാഗം അവരുടെ ഏർണിംഗ് പെർ ഷെയർ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ടാർഗറ്റ് 4000 ആയിട്ടാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്, 4000. പക്ഷേ ഔട്ട് പെർഫോം റേറ്റിംഗിൽ നിന്നും ബ്രിട്ടാനിയെ മാറ്റിയിട്ടില്ല. സോ അതൊരു ചെറിയ നെഗറ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് കൂടി ഈ ഒരു CLSAയുടെ റിപ്പോർട്ട് അതിന് ശേഷമാണ് വരുന്നത്. ഇന്നലെയായിരുന്നു റിസൾട്ട്. ഇന്ന് CLSAയുടെ റിപ്പോർട്ട് വന്നത് ചിലപ്പോൾ കമ്പനിയെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ഇന്നലെയും നല്ല രീതിയിലുള്ള ഇടിവ് ബ്രിട്ടാനിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ആ ഇടിവ് തുടരുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റീൽ സ്ട്രിപ്സ് ആൻഡ് വീൽസ് SSWL വീണ്ടും അവർക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഇന്നലെയും ഒരു ഓർഡർ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്ന് അവർക്ക് ഓർഡർ വന്നിരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. അതായത് $2,44,000 റിസൾട്ട് എക്സ്പോർട്ട് ഓർഡറാണ്. ഇത് വന്നിരിക്കുന്നത് 16,000 വീലുകൾ സപ്ലൈ ചെയ്യാനാണ്. അതായത് ഹെമിസ്ഫിയർ മാർക്കറ്റിലേക്കാണ്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ മാർക്കറ്റിലേക്കുള്ളൊരു ഓർഡറാണ്. ഇത് ചെന്നൈ പ്ലാന്റിൽ നിന്നാണ് കമ്പനി മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നവംബർ 20-നും ഡിസംബർ 20-നും, അതായത് നവംബർ ടു ഡിസംബർ മന്തുകളിലാണ് ഈ ഒരു ഓർഡർ ഈ ചെന്നൈ പ്ലാന്റിൽ നിന്നും മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. റാംകോ സിസ്റ്റം പല ആൾക്കാരും ചോദിച്ചാണ്. നമ്മൾ 120 രൂപ 112 രൂപ മുതൽ ട്രാക്ക് ചെയ്തൊരു സിസ്റ്റമായിരുന്നു, ഒരു സ്റ്റോക്കായിരുന്നു റാംകോ സിസ്റ്റം. ഏകദേശം നല്ല രീതിയിലുള്ള റിട്ടേൺ, വളരെ നല്ല രീതിയിലുള്ള റിട്ടേൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് റാംകോ സിസ്റ്റത്തിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഇവർ ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ലെൻഡ്ലെസ് ഗ്രൂപ്പുമായിട്ട് ഇവരൊരു ടൈപ്പിൽ വന്നിരിക്കുന്നു. അവരുടെ മൾട്ടിപ്പിൾ ഏജിങ് പേറോൾ സിസ്റ്റം, അവരുടെ പല സോഫ്റ്റ്വെയർസും മാനേജ് ചെയ്യാനുള്ള പെർമിഷൻ റാംകോ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നു. ഏകദേശം 5000 ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഓസ്ട്രേലിയയിലുള്ള ഒരു വളരെ നല്ല ഗ്രൂപ്പ് തന്നെയാണ് ഈ പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. ലെൻഡ്ലെസ് മൾട്ടിപ്പിൾ ഏജൻസീസ് എന്ന് പറയുന്നത്. അവരുടെ 5000 എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും പേറോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോൺട്രാക്ട് ഇവർക്ക് ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും മലേഷ്യയിലുമാണ്, 3 സ്ഥലത്താണ് ഇവർക്ക് ഓപ്പറേഷൻ ഉള്ളത്. അതിൻ്റെ ഒരു കോൺട്രാക്ട് റാംകോ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പം തീർച്ചയായും റാംകോ സിസ്റ്റത്തിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്വാർട്ടർ കൊണ്ട് കമ്പനി നല്ല രീതിയിലുള്ള ഓർഡറുകൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. നല്ല ബേസ്ഡ് ആയിട്ടുള്ള ക്ലൈൻറ്റ് ബേസുകൾ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് വരുന്ന സമയങ്ങളിലും റാംകോ സിസ്റ്റത്തിനെ പറ്റി 2-3 ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് റാംകോ സിസ്റ്റം? തീർച്ചയായിട്ടും നിങ്ങളൊരു എബവ് 40% പ്രോഫിറ്റിലാണെങ്കിൽ, ഞാൻ പറയാൻ കാരണം ഞാൻ അത് റാംകോ സിസ്റ്റം ആ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ 120 മുതൽ KPITയും അതുപോലെ തന്നെ റാംകോ സിസ്റ്റം രണ്ടും ഒരേപോലെ പറഞ്ഞതാണ്. KPIT പക്ഷേ ആ സമയത്ത് 65 രൂപയിലായിരുന്നു, റാംകോ സിസ്റ്റം 110 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു. പക്ഷേ റാംകോ സിസ്റ്റം ഏകദേശം KPIT ഡബിളായി, 65 നിന്ന് 125 വന്നു, 120ഓളം വന്നു, 125 അടുപ്പിച്ച് വന്നു. റാംകോ സിസ്റ്റം 120 നിന്നും 700 രൂപയുടെ അടുപ്പിച്ചും പോയി. നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് വന്നത്. അപ്പോൾ ഇനി വേറൊരു പ്രധാനപ്പെട്ട റിസൾട്ട് L&T ഇൻഫോടെക്കിൻ്റെയാണ്. L&T ഇൻഫോടെക്കിൻ്റെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 455 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം 416 കോടി രൂപ, കഴിഞ്ഞ വർഷം 360 കോടി രൂപ. നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ഡിവിഡൻഡ് ആയിട്ട് ഏകദേശം 15 രൂപ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഡേറ്റ് 28 ഒക്ടോബറാണ്. അടുത്ത പ്രധാനപ്പെട്ട കമ്പനി
പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആണ്. റിയാലിറ്റി സെക്ടറിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് കാണാൻ പറ്റി. കാരണം എല്ലാ റിയാലിറ്റി സ്റ്റോക്കുകളിലും നല്ലൊരു റാലി. ഇതിന് 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറയുന്ന ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ആൾക്കാർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വീടുകളും ഫ്ലാറ്റുകളും വാങ്ങാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാരുടെ ഇൻകത്തിൽ വളരെയേറെ നല്ല രീതിയിലുള്ള ബൂം വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ ഈ ഒരു പ്രത്യേക സിറ്റുവേഷൻസ് കണക്കിലെടുത്തുകൊണ്ട് മഹാരാഷ്ട്ര പോലുള്ള ഗവൺമെൻറ്റുകൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഡ്യൂട്ടിയിലും ഒരുപാട് നല്ല ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ, കർണാടകത്തിലും മഹാരാഷ്ട്രനെയും ബേസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ബിൽഡേഴ്സിൻ്റെ ഒക്കെ ഇൻകത്തിൽ വളരെ നല്ല രീതിയിലുള്ള വർധനവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഗോദ്രേജ് പ്രോപ്പർട്ടീസൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 948, 950 ലെവലിൽ നിന്നാണ് 1000 മുകളിലേക്ക് പറന്ന് പോയത് ഗോദ്രേജ് പ്രോപ്പർട്ടീസൊക്കെ. അപ്പം ഗോദ്രേജ് പ്രോപ്പർട്ടീസൊക്കെ കഴിഞ്ഞ ആഴ്ചയും ഡിസ്കസ് ചെയ്യുമ്പോൾ ഗോദ്രേജിൻ്റെ ഗ്രൂപ്പുകളുടെ ഏതൊരു കമ്പനി നമുക്ക് കണ്ണുപൂട്ടി മേടിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അഗ്രോവെറ്റ് ആയിക്കോട്ടെ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, ആരും ഒന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാം, ഗോദ്രേജിനെ പറ്റിയൊന്നും ഒരു നെഗറ്റിവിറ്റി നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റിനെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസ്റ്റീജ് OMR വെഞ്ചേഴ്സുമായിട്ടൊരു ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്നു. അതായത് ബ്രിഗേജ് എൻ്റർപ്രൈസസുമായിട്ട് അവർ ടൈപ്പിൽ വന്നിരിക്കുന്നു ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മൈസൂർ പ്രോജക്റ്റ്, അതുപോലെ തന്നെ മൈസൂർ, ബാംഗ്ലൂർ, കർണാടക ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ടൈപ്പ് ആയിക്കൊണ്ട് ഈ പറയുന്ന പ്രസ്റ്റീജ് എസ്റ്റേറ്റും അതുപോലെ തന്നെ ബ്രിഗേജ് എൻ്റർപ്രൈസസും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ പ്രഭാത് ഡയറി, ഈ കമ്പനി സെബിയുടെ ഫോറൻസിക് ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഒരു സബ്സിഡിയറി അവർ 2019 വിറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിറ്റിരിക്കുന്ന കാശ് അവർ മാൾ പ്രാക്ടീസിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് തിരിച്ച് അന്വേഷണ വിധേയമായിട്ട് 1290 കോടി രൂപ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള സൺഫ്രഷ് ആഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി വിറ്റതിൽ നിന്നും 1290 കോടി രൂപയുടെ മാൾ പ്രാക്ടീസാണ്. ആ പൈസ തീർച്ചയായിട്ടും വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന രീതിയിലുള്ളൊരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് കമ്പനിക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ONGC 3140 കോടി രൂപയുടെ ഒരു കടപ്പത്രം റേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട വാർത്ത, L&T ഇൻഫോടെക്കിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാസ്റ്റെക് ഓക്കെ. അലംബിക് ഫാർമസ്യൂട്ടിക്കലിന് US FDA അപ്രൂവൽ വന്നിട്ടുണ്ട്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് BPCLനാണ്. BPCLൻ്റെ 4.26 കോടി ഷെയറുകൾ ബ്ലോക്ക് ഡീല് പ്രകാരം ഒരു ട്രേഡ് നടന്നതായിട്ട് ഇന്ന് കാണുന്നു. അതായത് 343 രൂപ 35 പൈസ നിലവാരത്തിലാണ് ഇത്രയും ഷെയറുകൾ ബൾക്ക് ഡീലായിട്ട് നടന്നിരിക്കുന്നത്. റിലയൻസ് ജിയോയുടെ ഇന്നലെ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലയൻസിൻ്റെ ക്വൽകോം ആയിട്ടുള്ള ഒരു 1 Gbps സ്പീഡിൽ 5G ഇൻഫ്രാടെൽ വരുന്ന ഒരു കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ അവർ എൻ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള കോൺട്രാക്ട് എഗ്രിമെൻറ്റ് വന്നിരിക്കുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, TCSന് മ്യാൻമർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലൗഡ് സർവീസ് മാനേജ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നു. ന്യൂജൻ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുന്ന ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ്. അതിൽ നല്ലൊരു പ്രോഫിറ്റ് വന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം 9 കോടി രൂപ പ്രോഫിറ്റ് കാണിച്ചെടുത്ത് ഇപ്പം 29 കോടി രൂപയുടെ പ്രോഫിറ്റ് കാണിക്കുന്നു. 130 കോടി രൂപയുടെ റവന്യൂവിൽ നിന്ന് 160 കോടി രൂപയുടെ റവന്യൂ ആയിട്ട് കൂടിയിരുന്നു. ഐഷർ മോട്ടോഴ്സിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ യാർഡിൽ ഫയർ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ തീ പിടിച്ചു എന്നുള്ള വാർത്ത റോയൽ എൻഫീൽഡിൽ നിന്ന് നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുവന്നു. കോൾഗേറ്റ് പാമോലിവിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 240 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 270 കോടി രൂപയുടെ പ്രോഫിറ്റ് കാണിക്കുന്നത്. മാത്രമല്ല കമ്പനി 18 രൂപയുടെ ഇൻറ്ററിം ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർക്കറ്റ് 240 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ 270 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. നമ്മളൊരു സ്വിംഗ് ബേസിൽ കോൾഗേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇന്ന് FMCG സെക്ടർ മൊത്തത്തിൽ നെഗറ്റീവായിരുന്നു. അതിനുശേഷം ഒരു കോൾഗേറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലെ നമ്മൾ കണ്ടു. മാർക്കറ്റിൽ നല്ല റിസൾട്ട് വന്നിട്ട് കൂടി മാർക്കറ്റിൽ ഒരു നെഗറ്റീവായിട്ടുള്ള മൂവാണ് കോൾഗേറ്റിനെ സംബന്ധിച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ നിഫ്റ്റിയിലെ ഗെയിനേഴ്സ് എന്ന് പറയുന്നത്. ഭാരതി, അതുപോലെ തന്നെ എയർടെൽ, ഹിൻഡാൽകോ, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ബ്രിട്ടാനിയ ഇവരൊക്കെ നിഫ്റ്റിയെ താഴോട്ട് വലിച്ച സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ FMCG
സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ FMCGയിലാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ കണ്ടത്. റിയാലിറ്റിയിൽ ഏകദേശം 4.36% വർധനവ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺ സ്റ്റോക്കുകൾ റാലി ചെയ്യാൻ കാരണം നല്ലൊരു സെയിൽസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നു. ദീപാവലിയോടനുബന്ധിച്ച് നവരാത്രി ഈ സമയങ്ങളിലാണ് മിക്കവാറും ആളുകൾ പ്രോപ്പർട്ടീസ് എക്വയർ ചെയ്യുന്ന സമയം എന്നുള്ളതാണ്. മെറ്റലും നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ച ആരൊക്കെയോ മെറ്റലിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആഴ്ച മെറ്റലാണ് മാർക്കറ്റിൽ ലീഡ് ചെയ്യാൻ പോകുന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള മെറ്റൽ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നു. ഹിൻഡാൽകോ അലുമിനിയം പ്രൈസ് വീണ്ടും കൂട്ടാൻ പോവുകയാണ്. ഏകദേശം 5-6 പ്രാവശ്യം ഇവർ ഈ 2 മാസത്തിനുള്ളിൽ പൈസ കൂട്ടിക്കഴിഞ്ഞു. വീണ്ടും ഈ സാറ്റർഡേ മുതൽ അലുമിനിയത്തിൻ്റെ പ്രൈസ് കൂട്ടാൻ പോകുന്നു എന്നുള്ള വാദം കേട്ടു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നത് ഈ പറയുന്ന SBI കാർഡ്, റിലയൻസ് ഇൻഡസ്ട്രി, പ്രസ്റ്റീജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓയിൽ ആൻഡ് നാച്ചുറൽ, NHPC, മദർസൺ സുമി, കിർലോസ്കർ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയാണ് കേട്ടാൻ ഇടയായത്. കിർലോസ്കർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രീ കോവിഡ് ലെവലിലേക്ക് അവരുടെ സെയിൽസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കമ്പനിയുടെ ജൂൺ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ എന്നുള്ളതാണ്. ഏപ്രിൽ ജൂൺ ടു കമ്പയർ ചെയ്യുമ്പം ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ നല്ല രീതിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ റിസൾട്ട് കമ്പനി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് അവരുടെ പ്രൊജക്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏകദേശം 2021 അതേപോലെ തന്നെ അവർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള വാർത്ത അവർ പുറത്തുവിട്ടിട്ടുണ്ട്. HSIL എന്ന് പറയുന്ന കമ്പനി അവരുടെ 4,63,000 ഷെയറുകൾ ബൈബാക്ക് ചെയ്യാൻ പോകുന്നു. 72 രൂപ 13 രൂപ രീതിയിലാണ് അവർ ബൈബാക്ക്, നോട്ട് ബൈബാക്ക്, അത് ബൈബാക്ക് അല്ല, അവർ തന്നെ NSEയിൽ ഹോട്ട് ഡീൽ വഴി അല്ലെങ്കിൽ ഡീൽ വഴി തിരിച്ചു വാങ്ങിയതാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ LNTക്ക് ഒരുപാട് നല്ല ഓർഡറുകൾ വന്നിട്ടുണ്ട്. ആ ഓർഡർ ഡീറ്റെയിൽസ് തന്നെ ഒരു 2 പാരഗ്രാഫ് വായിക്കാനുണ്ട്. ഞാൻ പറയാം, ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് LNTക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ഇത്രമാത്രം കൺസ്ട്രക്ഷനെ, അതിലൊരു പ്ലാന്റ്, ഒഡീസയിൽ ഒരു പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കാണിക്കുന്നത് ഇത്രയും ഡിമാൻഡ്, അത് ഏകദേശം 14 മാസം, ഏകദേശം 14 മുതൽ 16 മാസം വരെ എടുത്തിട്ടാണ് ആ പ്ലാന്റ് പൂർത്തിയാക്കാൻ പോകുന്നത് LNT. അപ്പോൾ ഇത്രയും സമയത്ത് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ നിർമ്മിക്കുന്ന സമയം, അതുമാത്രമല്ല വേറെ ഒരുപാട് പ്രൊജക്റ്റുകൾ അവർക്ക് വന്ന് വിട്ടിട്ടുണ്ട്. അത് കാണിക്കുന്ന സിമെൻറ്റിൻ്റെ ഉപയോഗം ഇനിയും വരുന്ന സമയങ്ങളിലും കൺസ്ട്രക്ഷനിൽ വരുന്നുള്ളതാണ്. ഗവൺമെൻറ്റും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് മുൻഗണന കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ സിമെൻറ്റ് സെക്ടർ നമുക്ക് ഇപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സിമെൻറ്റ് സെക്ടറിൽ നിന്നും എനിക്ക് 2 സ്റ്റോക്കുകൾ ഇന്നത്തെ ഒരു ക്ലോസിംഗ് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഡെലിവറി ബേസ്ഡ് ബൈയിങ്ങിൽ ഒരു അടുത്ത 1-2 മാസത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് NCL ഇപ്പോൾ 131 രൂപ 50 പൈസയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം 140-145 രൂപ നിലവാരത്തിലേക്ക് നമുക്ക് NCLനെ പ്രതീക്ഷിക്കാം. ഇതൊരിക്കലും ഇൻട്രാഡേ അല്ല. നിങ്ങൾ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഞാനിത് എൻ്റെ ട്രേഡിന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്തിട്ട് സ്കെയിൽ ഡൗൺ ചെയ്ത സ്റ്റോക്കാണ്. ഒന്ന് സ്റ്റാർ സിമെൻ്റ് ആണ്. സ്റ്റാർ സിമെൻ്റ് എന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഡെലിവറി കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 82 രൂപ 50 പൈസക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഏകദേശം 84 രൂപ വരെ പോയിട്ടുണ്ട്. 83.50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 88-90 രൂപ വരെ സ്റ്റാർ സിമെൻറ്റ് പെട്ടെന്ന് തന്നെ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ JSW സ്റ്റീലിൽ, അതുപോലെ തന്നെ ഇൻഫോസിസ്, ഈ 2 സ്റ്റോക്കുകളും ഒന്നും എനിക്ക് തോന്നുന്നു റാലി സാധ്യതയുണ്ട്. വീണ്ടും എൻ്റെ ഫേവറേറ്റ് പിക്ക് ആയിട്ടുള്ള HCL ടെക്കിൽ സംശയമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും 950-1000 ടച്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. HCL ടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം. വേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ട് നമുക്കിപ്പോൾ നോക്കാൻ പറ്റുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത മിസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനും ഈ പറയുന്ന രീതിയിൽ നോക്കുന്നത്. കാനറ ബാങ്ക്, കാനറ ബാങ്കിനോട് ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതായത് സ്മോൾ മൈക്രോ ഫിനാൻസ്, അതായത് സ്മോൾ മീഡിയം മൈക്രോ ഫിനാൻസുകളുടെ അക്കൗണ്ടുകളിൽ ഒരിക്കലും ലോണുകൾ അടക്കാതിരിക്കുന്ന അക്കൗണ്ടുകൾ ഒരിക്കലും ലോക്ക് ചെയ്യാൻ പറ്റില്ല. അവരിപ്പോൾ നോട്ട് പെർഫോമിംഗ് അസറ്റായിട്ട് പ്രഖ്യാപിക്കരുത്. ബാങ്കിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അതായത് ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത ഈ വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളുടെ അക്കൗണ്ടുകളൊന്നും ബ്ലോക്ക് ചെയ്യരുത്, അവരുടെ NPA ആക്കി പ്രഖ്യാപിക്കരുത്, അവർക്കെതിരെ ആക്ഷൻ എടുക്കരുത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു കാനറ ബാങ്കിന്. CCLൻ്റെ അവരുടെ മർജർ, CCL ബിവറേജിൻ്റെ മർജർ, CCL പ്രൊഡക്റ്റുമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സിപ്ല പുതിയൊരു ജനറിക് മെഡിസിൻ നിൻറ്റേറ്റപ്പ് എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ 100 mg 150 mg
പുറത്തേക്ക് പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. ഒരുപാട് ന്യൂസുകൾ ഇനിയും വരാനുണ്ട്. 1250 രൂപ വെച്ചിട്ട് 1% ക്വിൻ്റലിന് ടണ്ണിന് അവർ അലൂമിനിയം പ്രൈസ് ഹിൻഡാൽക്കോ കൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരുപാട് ന്യൂസുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നാളത്തെ സ്റ്റോക്കുകൾ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞു. നാളത്തെ സ്റ്റോക്കുകൾ ഇൻഡെക്സ് സ്റ്റോക്കുകളായിരിക്കും കൂടുതൽ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ തന്നെയായിരിക്കും കൂടുതൽ. പറയുന്ന ബജാജ് ഓട്ടോയുടെയൊക്കെ റിസൾട്ട് നാളെ വരാനുണ്ട്. അപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനായിരിക്കും കാരണം. പക്ഷേ ഡേ ട്രേഡിനും കൂടുതലായിട്ടും ഡെലിവറി സ്വിംഗ് ബേസിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് ഈ പറയുന്ന റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോൾ വോളറ്റാലിറ്റി മാർക്കറ്റിൽ കൂടുതലായിരിക്കും. വിക്സ് ഇന്ന് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിനർത്ഥം വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് വോളറ്റാലിറ്റി തുടരും എന്ന് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നാളെയും നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് മുകളിലേക്ക് 11,975 മുതൽ 12,040 വരെയാണ് അപ്സൈഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. താഴത്തെ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവലിൽ ചെറിയ രീതിയിൽ ബേസ് ഷിഫ്റ്റിംഗ് നടന്നിരിക്കുന്നു. 11,750 മുതൽ 11,800 820 വരെയുള്ള ലെവലുകളാണ് നമുക്ക് താഴത്തെ ലെവലിലെ ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് കിട്ടാൻ ചാൻസസ് ഉള്ള ഏരിയ. 12,000 മുകളിൽ എത്ര സമയം നിഫ്റ്റി സ്റ്റേ ചെയ്യുന്നു, 12,040 മുകളിലേക്ക് നിഫ്റ്റി വളരെ നല്ല ഗ്യാപ്പ് അപ്പോഴുകൂടി കിട്ടുന്നുണ്ടോ, അതിനുശേഷം ഷോർട്ട് കവറിംഗ് റാലി വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നാളെ നോക്കാനുള്ള പ്രധാന കാര്യം. അപ്പം നിഫ്റ്റി ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ട്രേഡ് ചെയ്യുന്നവർക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിക്കാം. അപ്പം വീണ്ടും കാണാം നാളെ മാർക്കറ്റ് ഔട്ട്ലുക്കുമായിട്ട്. അതുവരെ നന്ദി, നമസ്കാരം. Thank you.